എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. റബ്ബറിന്റെ വിലയേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വിലയുണ്ട് ആ സഭയിലെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിന്, തിരുവസ്ത്രത്തിന്. എല്ലാ കന്യാസ്ത്രീകളും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, എല്ലാ ബിഷപ്പുമാരും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, കേരളത്തിന് പുറത്തു പോകുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്: കേസ് കൊടുക്കാൻ ഭയമാണ്, ഇത് കേരളമല്ലല്ലോ. കേസ് കൊടുക്കാൻ ഭയമാണ്, ഇത് കേരളമല്ലല്ലോ. ഇത് ബിഷപ്പ് പമ്പ്ലാനി പിതാവ് കേൾക്കണം. കേരളത്തിന് പുറത്ത് അടികൊണ്ട പാസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട്, ഒഡീഷയിൽ അടികൊണ്ട ലിജോ പിതാവും ജോജോ പിതാവും നമ്മളോട് പറയുന്നുണ്ട്, ഭയമാണ് കേസ് കൊടുക്കാൻ പോലും. നമ്മുടെ കേരളമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ അഭിമാനത്തോടുകൂടി സഭാപ്രവർത്തനം നടത്താനും വിശ്വാസികളോടൊപ്പം സഞ്ചരിക്കാനുമുള്ള അവകാശമുണ്ട് പിതാക്കന്മാർക്കും കന്യാസ്ത്രീകൾക്കും. ഒരു കന്യാസ്ത്രീയും നമ്മൾ ഇവിടെ ആക്രമിക്കില്ല. ബസ്സിലിരിക്കുമ്പോൾ കന്യാസ്ത്രീക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുന്ന നാടാണ് കേരളം. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിതാവിനെ കണ്ടാൽ, ഏത് മതസമുദായത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് തലകുനിക്കുന്ന നാടാണ് കേരളം. ഈ നാട് എങ്ങനെയായി മാറി? ഈ നാടായതിൻ്റെ കാരണം ഇന്ന് നിങ്ങൾ ആർക്ക് നന്ദി പറയുന്നു? അവർ ഈ നാട് ഭരിക്കാത്തത് കൊണ്ടും അവർ ഈ നാടിൻ്റെ സാമുദായിക ഐക്യത്തിൽ വിഷം ചേർക്കാൻ ഈ നാട് ഒരുമിച്ച് നിന്ന് എതിർത്തത് കൊണ്ടുമാണ്, അനുവദിക്കാത്തത് കൊണ്ടുമാണ്. ആ ജാഗ്രതയെ പരിഹസിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവസരവാദി എന്ന് വിളിച്ചത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉടനെ അമിത്ഷായെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അമിത്ഷാ വിചാരിച്ചാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭരണഘടന അപകടത്തിലാണ് പിതാവേ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അങ്ങ് നന്ദി പറഞ്ഞത്? ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടാൽ ഒരാൾക്ക് ജാമ്യം കിട്ടാനും ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയുമെങ്കിൽ ആ സംവിധാനത്തിന്റെ പേര് ജനാധിപത്യം എന്നല്ല, ആ സംവിധാനത്തിന്റെ പേര് ഫാസിസം എന്നാണ്. അപ്പോൾ താങ്കൾ നന്ദി പറഞ്ഞത് ഫാസിസ്റ്റായ ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് നന്ദി പറഞ്ഞിറങ്ങി തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത വന്നില്ലേ? ഒഡീഷയിൽ ബെൽസോറിലെ രണ്ടു പ്രധാനപ്പെട്ട പിതാക്കന്മാരെയാണ് ബജരംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചത്. കന്യാസ്ത്രീകളെയാണ് കയ്യേറ്റം ചെയ്തത്. അവിടെ എന്താണ് അവർ ചെയ്ത കുറ്റം? മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിഷപ്പ് പമ്പ്ലാനി പിതാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടപ്പിലാക്കിയ 6 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. 10 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറെക്കുറെ ഭരിക്കുന്നത് BJP ആണ്. അതിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 4 പ്രധാനപ്പെട്ട സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരിൻ്റെതും മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 6 സർക്കാരുകൾ BJP സർക്കാരിൻ്റെതുമായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും CPM ഭരിച്ച ഒരു സംസ്ഥാനത്ത് പോലും മതപരിവർത്തന നിയമം ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഗോവിന്ദസ്വാമിയോട് ഭൂമിച്ച പിതാവും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാടിനെ മതസൗഹാർദ്ദമുള്ള നാടാക്കി നിലനിർത്താൻ ഇപ്പോഴും എല്ലാ സഭകളിൽപ്പെട്ട മനുഷ്യർക്കും വിശ്വാസത്തോടു കൂടി പരസ്പരം ചേർന്ന് പോകാനുള്ള ഒരു നാടാക്കി മാറ്റിയതിന് ഉത്തരവാദികൾ ഇവിടുത്തെ